ഇന്നേ ഞങ്ങൾ ഹോസ്റ്റലിൽ കപ്പ പുഴുങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ കപ്പ നന്നാക്കി തരാനായിട്ട് മാളിൻ്റെ കയ്യിലാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം മാൾ സ്പീഡിൽ ചെയ്ത് തരില്ല. ഞങ്ങൾ ലീവ് കഴിഞ്ഞ് വന്നിട്ട് കുറേ ദിവസം കേട്ടോ. അപ്പോൾ ജൂനിയേഴ്സ് ലീവിന് പോയപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ പറഞ്ഞതാണ്. ഇത് റെഡി ആയി വരുമ്പോഴേക്കും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മീനും ഞാനും കൂടെ എടുത്ത വീഡിയോ ആണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് എടുക്കുന്നത് മീനും തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഇത് മാളിൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് മീൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇതൊക്കെ റെഡി ആകുന്നത് കണ്ടിട്ട് മീനിന് കൊതി വന്നിട്ട് ഉപ്പുമാങ്ങ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നല്ല ഉപ്പുള്ള മാങ്ങ ഒരു എക്സ്പ്രഷൻ ഇടാണ്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ എനിക്ക് തന്നിരുന്നേ. പക്ഷെ ഈ മാങ്ങ കഴിച്ചപ്പോൾ മാളുവിൻ്റെ എക്സ്പ്രഷൻ ഇതായിരുന്നു കേട്ടോ. കപ്പയുടെ തൊലി മാറ്റിയതിന് ശേഷം ഇത് ചെറിയ പീസാക്കുകയാണ് കേട്ടോ. കെറ്റിൽ വേവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെറിയ പീസാക്കിയിട്ടോ ഇത് എടുത്തത്. എന്നാലേ പെട്ടെന്ന് വേവത്തുള്ളൂ. അപ്പോഴേക്കും എന്തായാലും ഞാൻ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാളുവിൻ്റെ കൂടെ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ കൂടെ പോയി കേട്ടോ. പക്ഷെ മാളുവിൻ്റെ അത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ലേ. നമ്മളപ്പം ചീനി കഴുകാൻ പോവാണ് ഗൈസ്. അങ്ങനെ ചീനി കഴുകി വന്നിട്ടുണ്ട്. ഇനി കെറ്റിലിട്ട് വേവിക്കാൻ പോകണ്ടോ. അപ്പോൾ അതിന് നമ്മൾ താഴേക്ക് പോകണം. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങളത് വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് അങ്ങനെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയും വെന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ വാരി കഴിക്കാനാണ് കേട്ടോ തോന്നിയത്. കാരണം നമ്മൾ ഹോസ്റ്റലിലാകുമ്പോൾ എന്ത് ഫുഡ് കഴിക്കാനും ഭയങ്കര കൊതിയായിരിക്കും. അങ്ങനെ ഇവിടെ എല്ലാവരും റെഡി വന്നിട്ടുണ്ട്. ഇതിന് കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഉള്ളിൽ മുളക് പൊടി ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവിന്. അങ്ങനെ ഇത് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കാന്താരി ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഇതൊക്കെ പാടെ കണ്ടപ്പോൾ പിന്നെ ഒട്ടും കൺട്രോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് കൊതിയായിട്ട് ഞാൻ അതൊന്നൊരു പീസ് എടുത്തിട്ട് ഈ കാന്താരിയുടെ എണ്ണയിൽ മുക്കിയിട്ട് കഴിച്ചു. സ്വർഗ്ഗം കണ്ടു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതോടെ കൂട്ടി കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരും കൈയിട്ട് വരാൻ തുടങ്ങി കേട്ടോ. എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഹോസ്റ്റലാകുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ ഫുഡിനും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് മാത്രമേ എക്സ്പ്രഷൻ, പക്ഷെ അല്ല കേട്ടോ, എല്ലാവർക്കും ഇതേ എക്സ്പ്രഷൻ ആയിരുന്നു. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിക്കണോ കഴിക്കുന്നതിൽ ശ്രദ്ധിക്കണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് പ്ലേറ്റ് കാലിയായിട്ടോ. പിന്നെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചിട്ട് നല്ല എരിഞ്ഞ് മൂക്കുന്ന വരെ വെള്ളം വരാനുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.